കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി സുപ്രഭ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ ഭുവനേന്ദ്രൻ നായർ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ശിവദാസ്. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവർ ഒരുമിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള വഴി? ഇവർ മനസ്സ് വയ്ക്കണം, രണ്ട് പാർട്ടിയും മനസ്സ് വയ്ക്കണം. ആദ്യം നിങ്ങളുടെ മകനും നിങ്ങളുടെ മരുമകളും ഒരുമിച്ച് ചേരാൻ 19 വർഷം അവർ ഒരുമിച്ച് ജീവിച്ചു. അതെ, യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. 24 വർഷമാണ്, 24ാമത്തെ വർഷം. 24 വർഷമായിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഇല്ല. 3-4 വർഷമായിട്ട് നിങ്ങൾ 2 വർഷമായിട്ടുള്ളൂ. പക്ഷെ 5 വർഷമായിട്ട് നിങ്ങൾ വേറൊരു സ്ത്രീന്റെ കൂടെ. അവളുടെ കൂടെ അല്ല, ഞാൻ ഇവളുള്ളപ്പോൾ ഇവളടുത്ത് തന്നെ പോയിട്ടുള്ളൂ. ഇവള് പോകുന്നതിന് ശേഷം അവിടെ ഫുള്ളായിട്ടായിട്ടുള്ളൂ. പക്ഷെ 5 വർഷമായിട്ട് നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ഒരു ലോഹ്യം, നിങ്ങൾ പറഞ്ഞ ഭാഷ തന്നെ പറയാം, ഒരു ലോഹ്യമുണ്ട്, ഒരു അടുപ്പമുണ്ട്, ഇല്ലേ? അതെ. അത് തിരുസഭയ്ക്ക് നേരുന്നതാണോ? തിരുസഭയ്ക്ക് നേരുന്നതല്ല, പക്ഷെ പള്ളിയിലെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇതറിയാം. അതിലൊരു കുട്ടി ഉണ്ടായപ്പോൾ അത് ഞങ്ങൾ പള്ളിയിൽ ചേർത്തിട്ടടക്കമുണ്ട്. അതിലൊരു കുട്ടി ഉണ്ട്. അതിലൊരു കുട്ടി ഉണ്ടായിട്ട് പള്ളിയിൽ ചേർത്തിട്ടടക്കമുണ്ട്. കാരണം പള്ളിക്കാർക്ക് എതിർപ്പില്ലാത്തതിൻ്റെ സാഹചര്യങ്ങളുടെ ഇവിടെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് പള്ളിക്കാർക്കൊന്നും എതിർപ്പില്ല. ഞങ്ങളുടെ അച്ഛനും കന്യാസികളും അവിടെയും വരും ഇവിടെയും വരും, എല്ലാം സഹകരിച്ച് തന്നെ പോയിരുന്നത്. ഇവൾക്കും പിണക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ഫോട്ടോ ആൽബത്തിൽ അവളുടെ ആ കുട്ടിയുടെ ഫോട്ടോ അടക്കം എടുത്തിട്ടുണ്ട്, അവൾക്കറിയാം. അപ്പോൾ ആ പള്ളിയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആൽബത്തിൽ. വലിയ എതിരൊന്നുമില്ലായിരുന്നു ഇവൾക്ക്. ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ, അല്ല ഇവളുടെ എല്ലാ കാര്യവും നോക്കുന്നത് അവളായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു ഭാര്യയ്ക്ക് എതിരില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും എതിരായിരുന്നു. അപ്പൊ അപ്പയും അമ്മയൊക്കെ ഇപ്പൊ അടുത്ത കാലത്താണ് ആ പ്രശ്നം കാരണം മിണ്ടില്ലായിരുന്നു. ഇവരിപ്പോ അടുത്ത കുറച്ച് അല്ല, ഷൈമോള് പറയട്ടെ, അവളെ സൈഡ് മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പൊ പറയട്ടെ, ഷൈമോള് പറയട്ടെ. തലേങ്ങള് ആട്ടു ഷൈമോളെ. അതിന് ഞങ്ങൾ ഇന്ന് വരെ ഇച്ചിപ്പോന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഷൈമോളും അവൾ നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവരും കൂടെ വന്നതിന് ശേഷം നിങ്ങളോട് ആ ചോദ്യം ചോദിക്കലു വെച്ചിട്ട് ഞാൻ കാത്തിരുന്നതാണ്. രജിയോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതിൽ കുട്ടികളുള്ളതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ഇവളെ സംരക്ഷിച്ചിരുന്ന ഇവൾക്കറിയാം, അവളാണ് എല്ലാം വന്ന് പണിയെടുത്ത് കൊടുത്തിരുന്നത് എല്ലാം. അതുപോലെ തന്നെ ഇവളെ സംരക്ഷിക്കൽ കൃത്യമായിട്ട് ചെയ്യാം, മക്കളെ നല്ല ലെവലിലാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചില സംസ്ഥാനങ്ങളിലുള്ള പോലെ 2 പെരിയ വീട് ചിന്ന വീട് അല്ലേ? 2 കുട്ടികളുണ്ടോ? 2 കുട്ടികളുണ്ട്. ഇപ്പൊ ഇവള് പോയതിന് ശേഷം ഇപ്പൊ 7 മാസമായ ഒരു കുട്ടിയും കൂടെ ഉണ്ട്. ആൺകുട്ടി. മൂത്തത് ഇതില് ഉള്ളത് 4 ആൺപിള്ളേരാണ്. മറ്റതിൽ മൂത്ത പെൺകുട്ടിയും ഇപ്പോഴത്തെ ആൺകുട്ടിയാണ്. 2 കുട്ടികളുണ്ട്. നിയമത്തിന് ഇതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഒരു കാലത്തും ഞങ്ങൾക്ക് ഇതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഇത് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇതിനൊരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് തോന്നുന്നില്ല പാനലിനും പറ്റുന്നു. ഇതിന് തീരുമാനം എടുക്കേണ്ടത് 2 വ്യക്തികൾ, ഒന്ന് രജിമോനും ആ കുട്ടിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ആ ചോദ്യം അയാളോട് ചോദിച്ചത്. അയാൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിരോധമില്ലാതെ നിങ്ങൾ കുറച്ച് കാലം, 1-2 കൊല്ലോ അല്ലെങ്കിൽ 1 കൊല്ലോ അല്ലെങ്കിൽ 1 മാസോ ആ ബന്ധം ഉണ്ടായിട്ടും നിങ്ങൾ അയാളുടെ കൂടെ ജീവിച്ചു, വലിയ എതിർപ്പില്ലാതെ ജീവിച്ചു. ആയിക്കോട്ടെ, വലിയ എതിർപ്പില്ലാതെ ജീവിച്ചു. അങ്ങനെ ഉള്ളപ്പോൾ ഇപ്പം നിങ്ങൾ ആ ബന്ധം ഒഴിയണം, നിങ്ങൾ പറയുന്നത് ന്യായമാണ്. കാരണം ഒരു ഭർത്താവിന് വേറെ ബന്ധം സമ്മതിക്കാൻ നിവൃത്തിയില്ല.
അപ്പം അങ്ങനെ ഉള്ളപ്പോൾ അത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും കൂടെയാണ്. ഇതുപോലെ തുടരണോ വേണ്ടയോ എന്നുള്ളത്. നിയമത്തിന് ഇതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഭാര്യ. ഈ ഭാര്യയ്ക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. മക്കൾക്കും ഭാര്യയ്ക്കും, മൂത്ത മകന് വേണ്ട, 18 വയസ്സ് കഴിഞ്ഞു. 18 വയസ്സ് വരെ ആൺകുട്ടികൾക്ക്, പെൺകുട്ടിയല്ല ആൺകുട്ടികൾക്ക് നിങ്ങൾ 18 വയസ്സ് വരെ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതേപോലെ ഭാര്യയ്ക്കും കൊടുക്കാൻ ബാധ്യസ്ഥനാണ് നിയമത്തിൻ്റെ കണ്ണിൽ. അപ്പോൾ ഇങ്ങനെ ആ സ്ത്രീൻ്റെ ബന്ധം ഒഴിയാതെ ഞാൻ അവിടെ പോയി താമസിക്കാൻ തയ്യാറല്ല, എനിക്ക് ആ ബന്ധം ഒഴിഞ്ഞു വന്നാൽ ഞാൻ താമസിക്കാൻ തയ്യാറാണെന്നാണ് ഷൈമോൾ ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഭാര്യയ്ക്ക് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധിക്കാൻ ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ആ 3 മക്കൾക്കും ഈ കുട്ടിക്കും 3 മക്കൾക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിക്ക് മാത്രമേ 16 വയസ്സായ കുട്ടിയുള്ളൂ. അവർക്ക് റെക്കോർഡുണ്ട് സ്കൂൾ. അല്ല, അത് റെക്കോർഡ് എങ്ങനെയുണ്ടെങ്കിലും സ്കൂൾ റെക്കോർഡോ എങ്ങനെയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ അവർക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അവർ പഠിപ്പിനും എല്ലാത്തിനും കൊടുക്കേണ്ട ബാധ്യസ്ഥനാണ്. റെക്കോർഡ് നോക്കി ചെയ്യേണ്ട കാര്യമല്ലോ. റെക്കോർഡ് നോക്കി പ്രായം നോക്കി ചെയ്യേണ്ടതാണോ? ഒരു ജോലി 3 മക്കള് എന്റെ അടുത്ത് നിന്നപ്പോ ഇവരെ ഇതുവരെ പഠിപ്പിച്ചോണ്ട് തന്നെ പുള്ളി കേസ് കൊടുത്തിട്ടാണല്ലോ പോയത്. അല്ലാതെ പുള്ളിക്കാരത്തി ഞങ്ങൾ തെറ്റിട്ടില്ല. ആ കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നത്, നിങ്ങളുടെ കുടുംബകാര്യം മാത്രമാണ്. അതിനകത്ത് മറ്റത് പുള്ളി കള്ളക്കേസാണല്ലോ ഇപ്പൊ പിരിഞ്ഞത്. പുള്ളിയെ വിടോ, ഞങ്ങൾ പറയുന്നത് കേൾക്കുക. എന്താണ്, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിയമവശമായ പിന്നെ മൈനർ ആയിട്ടുള്ള 3 കുട്ടികൾ. അതിലിപ്പോ ഒരു കുട്ടിക്ക് 18 വയസ്സായെന്ന് തന്നെ വെച്ചോ. 18 വയസ്സായിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല. ശരി, 16 വയസ്സ് കഴിഞ്ഞു. അല്ല, അപ്പൊ ശരി. പക്ഷെ ആ 3 കുട്ടികളെയും ഇപ്പൊ 4 കുട്ടികളുണ്ടല്ലോ, അതിൽ മൂത്ത കുട്ടി വെളിയിൽ പഠിക്കുകയാണ്, അല്ലെ അവന് വേറൊരിടത്താണ്. അവന് 18 വയസ്സായി എന്നുള്ളത് അവന്റെ അമ്മ പറയുന്നു. ശരി, അല്ലാന്ന് വെച്ചോ. ഈ 3 കുട്ടികൾക്ക് വേറെ ഇൻകം ഇല്ല, അവർക്കിനി പഠിക്കണം. നിങ്ങളുടെ കുട്ടികളാണ്. അവർക്ക് 18 വയസ്സായത് കൊണ്ട് നിങ്ങൾ അവരെ സഹായിക്കില്ല എന്നാണോ പറയുന്നത്? അവരെ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യും. അവരെന്റെ കൂടെ വന്ന് എല്ലാ കാര്യവും സഹകരിച്ചിരുന്നു. 18 വയസ്സിന് കാര്യമൊന്നുമില്ല, ഒരു നിയമം പറഞ്ഞതേ ഉള്ളൂ. ഇത് 5 വർഷം കഴിഞ്ഞ കേസാണ് ഇപ്പൊ ഈ മറ്റൊരു പെണ്ണുണ്ടായി എന്നുള്ളത്. ഇതുവരെ ഞാൻ നോക്കി 2 വർഷമായിട്ടുള്ള പോയിട്ട് അത് അവള് കേസ് കൊടുത്തിട്ടല്ല, പുള്ളി കേസ് കൊടുത്തിട്ട് ആ പ്രശ്നങ്ങൾ റെക്കോർഡ് പോലെ ഇത് തന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ഇപ്പൊ നിങ്ങൾ എത്രാമത്തെ പ്രാവശ്യം ഇത് പറയുന്നത്? ഞങ്ങൾ ആരും മിണ്ടരുത്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. ഇവിടെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ മക്കൾ, അത് നിങ്ങൾ സമ്മതിക്കണ്ടല്ലോ, നിങ്ങളുടെ കുട്ടികളാണ്. അതിലെ ഒരു കുട്ടി വെളിയിലാണ്, അവൻ്റെ ഇൻകം ഉണ്ട്, അവൻ ജീവിക്കുന്നുണ്ട്. ബാക്കി 3 കുട്ടികൾ, നമ്മളിവിടെ കണ്ട 3 കുട്ടികളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് കഴിഞ്ഞ് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥിതിയിലല്ലോ. അച്ഛൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അച്ഛൻ എന്നുള്ള അവകാശമുള്ള സ്ഥിതിക്ക് നിങ്ങൾ ആ കുട്ടികളെ പഠിപ്പിക്കുമോ, അവർക്ക് വേണ്ട ചെലവ്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവ് കൊടുക്കുമോ എന്ന് മാത്രമാണ്. അവിടെ 18 വയസ്സ് കഴിഞ്ഞില്ലയോ എന്നൊന്നും നമുക്ക് അതിപ്പോ 22 വയസ്സായിട്ടും എത്രയോ കുട്ടികള് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും പൈസ കൊടുക്കുന്നുണ്ട്. അവിടെ ആരും 18 വയസ്സായതുകൊണ്ട് ഞാൻ ഇനി നിനക്കൊന്നും തരില്ല എന്ന് പറയില്ല. 18 വയസ്സല്ല 30 വയസ്സ് വരെ പഠിപ്പിക്കുകയാണെങ്കിലും ഫുള്ളായിട്ട് ചെലവ് വഹിച്ച് പഠിപ്പിക്കാൻ എനിക്ക് അതിന് വേറെ വീട് അവളുടെ പേരിലാമായിട്ട് ആ വീട്ടിൽ വന്ന് ഇവളും കുട്ടികളും നിൽക്കട്ടെ. പൂർണ്ണമായ സംരക്ഷണം ഞാൻ കൊടുത്തിരുന്ന പോലെ, ഇവള് പോകുന്നവരെ കൊടുത്തിരുന്നത് പോലെ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഈ റജിക്ക് മാത്രം എത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നവിടെ? എനിക്ക് മനസ്സിലായില്ല. റജിക്ക് മാത്രം ഇത്ര സ്വാതന്ത്ര്യമല്ല. അയാളുടെ എത്ര പ്രാവശ്യമായിരുന്നു അവന്റെ വീട് ഞങ്ങൾ മേടിച്ചു കൊടുത്ത വീടിന്റെ കാര്യം തിരിച്ചു തരണേ. ഞങ്ങള് ലോട്ടറി വിറ്റിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഇവര് 2 പേരാണ് പേര് മേടിച്ചു കൊടുത്ത. അവനുണ്ടാക്കി മാത്രമേ പറയാൻ പറ്റുമോ? ഒരാൾ നിൽക്കൂ. കൃഷിയൊക്കെ ഉണ്ടായിരുന്ന എന്നെ ശ്രദ്ധിക്കും. ഇപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയുടെ മുമ്പിൽ തന്നെയാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. അത് വിട്ടുകളയും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചോ തിരിച്ചോ. എന്തായാലും വന്നാൽ കോടതി ഉത്തരവാദിത്തം. ഞാനിവിടെ ഇരുന്നിട്ടല്ലേ പ്രശ്നം. ഞാൻ ഒഴിവായി, കോടതി എന്ത് വന്നാലും ഉത്തരവാദിത്തം ഏറ്റുള്ള. 18 വയസ്സ് എന്നുള്ളത് ഒരു നിയമവശം മാത്രം പറഞ്ഞതാണ്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ ഒരു ഡിസ്പ്യൂട്ടിലല്ല സംസാരിക്കുന്നത്. നമ്മൾ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക്
സാധിക്കുമോ വേണ്ടേ? ഈ ചോദ്യങ്ങൾക്കാണ് നമുക്ക് ഉത്തരം വേണ്ടത്. അവിടെ 18 വയസ്സായ നിങ്ങളിപ്പോൾ പറഞ്ഞില്ല 3 കുട്ടികൾക്ക് 18 1 വയസ്സിന് പറഞ്ഞ കേൾക്കും. അത് ഞാൻ നിയമത്തിന്റെ കാര്യം പറഞ്ഞത് മാത്രമേ അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിനപ്പുറം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 3 കുട്ടികൾ ഇനി പഠിച്ചു വരാനുണ്ട്. അവരെ നിങ്ങൾ പഠിപ്പിക്കുമോ? അവരെ ഞാൻ പഠിപ്പിക്കും. ഇവളുടെ പേരിൽ ഞാൻ വീട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ വന്ന് ആദ്യം ചോദിക്കുന്നതിന് കണ്ടീഷൻസ് വേണ്ട. അതല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം രവിജി പറയുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ നിന്ന് മാറിയാൽ പഠിപ്പിക്കുക. ഞാൻ പാനലിനോടൊന്ന് സംസാരിച്ചോട്ടെ. ഈ കുട്ടി ആ അച്ഛൻ്റെയും അവരുടെ വീട്ടുകാരുടെയും ഇൻഫ്ലുവൻസിൽ നിൽക്കാതെ ഇയാളുടെ സംരക്ഷണത്തിൽ വരികയാണെങ്കിൽ അയാൾ ആ കുട്ടികളുടെ പഠിപ്പിനോ അവർക്കോ ചെലവിന് കൊടുക്കണേനോ അയാൾക്ക് യാതൊരു വിരോധവും ഇല്ല. അതിന് ഒരു വിധത്തിൽ അയാൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. അതെ, അതിന് ആ വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ആണ് അച്ഛൻ്റെ. അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ മനോവികാരമായിരിക്കാം മകളെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരുപാട് ഉപദ്രവം സഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വീണ്ടും ഭർത്താവിൻ്റെ കൂടെ പോകണമെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതുവരെ ഈ കുട്ടികളുടെ ജീവിതവും ഈ കുട്ടിയുടെ ജീവിതവും ഈ കുട്ടിയുടെ മാനസികാവസ്ഥയും ഈ ലെവലിലേക്ക് എത്താൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കുടുംബത്തിൽ. അതിൻ്റെ ഒരു പരിണാമമാണ് ഇപ്പം നമ്മൾ ഈ മുമ്പിൽ കാണുന്നത്. കുട്ടികളുടെ പ്രശ്നം ഈ വായ കൂട്ടി ഉണ്ടാതിരിക്കുന്നതിൻ്റെയും ഒക്കെ കാരണം ഒരുപാട് കൊല്ലത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അത് പലതും ആവാം. അത് നമ്മളിപ്പോൾ ആരായുന്നില്ല. ഇവർ പിന്നെയും ഒരുപാട് പ്രശ്നം കഴിഞ്ഞ് 3 മാസം അവർ ഒഴിവാക്കി പോയതുകൊണ്ടാണ് അമ്മ ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തത്. ആ വീട് ഞങ്ങൾക്ക് തന്നെ തരും, കുഴപ്പമൊന്നുമില്ല. വാടകയ്ക്ക് കൊടുത്ത് ഇപ്പോൾ താൽക്കാലികമായിട്ട് വന്ന് താമസിച്ചാൽ ആ വീട് നമുക്കൊരു 3 മാസത്തെ അവധി പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ആ വീട് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ആ വീട് നല്ല സൗകര്യം അവിടെ ചോദിച്ചറിയാം. പക്ഷെ ഇതുപോലെ ഇയാൾ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കാൻ തയ്യാറാണ്. അപ്പോൾ മറ്റേ വാടകയ്ക്ക് കൊടുത്ത വീട് ഒഴിപ്പിച്ചിട്ട് നിങ്ങൾ അവിടെ പോയി താമസിക്കാൻ തയ്യാറാണോ? അതെല്ലാം പ്രത്യേകം ഒരു വീട്ടിൽ അവർ താമസിക്കണം, ഈ അമ്മയും മക്കളും കൂടെ. അതെ, ഈ അപ്പച്ചനൊക്കെ എവിടെ താമസിക്കുന്നത്? ഇവര് വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇവർ കുറച്ച് ഒരു ഇവര് അട്ടപ്പാടിയിലാണ് അച്ഛനും അമ്മയും താമസിക്കുന്നത്. വളരെ ദൂരെയാണോ? ഇവര് മലയിലാണ്. അവിടെ നിന്ന് 35 കിലോമീറ്റർ ദൂരെ. അവരാരുടെ കൂടെ താമസിക്കുന്നത്? ഇവരിപ്പോ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ വയ്യാത്തതുകൊണ്ട് എന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ കാഞ്ഞിരത്ത് തന്നെ എന്റെ വീട്ടിൽ താമസിക്കുന്നിടത്ത് അവരുടെ സർക്കാർ നീട്ടി വീട്ടിലാണ് താമസിക്കുന്നത്. ഇവർ വന്നിട്ട് ഒരു മിനിറ്റ് രജി, ഈ പറയുന്നതിന് നിങ്ങൾ തയ്യാറാണോ? എവിടെ താമസിക്കണം ആദ്യം തീരുമാനിക്കണം. നിങ്ങൾ ഇത് പറഞ്ഞേ പറ്റൂ. അതിൽ ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമില്ല. അതൊരു വലിയ പോയിന്റ് ആണ്, നേരത്തെ പറഞ്ഞതാണ്. ഒരു സെക്കൻഡ് കൂടെ ഞാൻ പറയാം. ഞങ്ങൾക്ക് നല്ലൊരു വീട് അമ്മയുടെ പേരിൽ അമ്മയും പപ്പയും കൂടെ വാങ്ങി തന്ന ഒരു വീടുണ്ട്. അമ്മയുടെ പേരിലായിരുന്നു ആ വീട്, അതിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ ചുറ്റോടിയിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ഈ ചുറ്റോടിയിട്ട് ഒരുപാട് സ്ഥലമുള്ളപ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരു ഭവിഷ്യത്ത് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു വീക്ക്നെസ് ഒരുപാട് പ്രശ്നങ്ങളായി വന്നിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഈ പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ മാഡത്തിന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർ പിന്നെയും ഒരുപാട് പ്രശ്നം കഴിഞ്ഞ് 3 മാസം അവർ ഒഴിവാക്കി പോയതുകൊണ്ടാണ് അമ്മ ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തത് ആ വീട്. ആ വീട് ഞങ്ങൾക്ക് തന്നെ തരും, കുഴപ്പമൊന്നുമില്ല. വാടകയ്ക്ക് കൊടുത്ത് ഇപ്പോൾ താൽക്കാലികമായിട്ട് വന്ന് താമസിച്ചാൽ ആ വീട് നമുക്കൊരു 3 മാസത്തെ അവധി പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ആ വീട് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ആ വീട് നല്ല സൗകര്യം അവിടെ ചോദിച്ചറിയാം. പക്ഷെ ഇതുപോലെ ഇയാൾ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കാൻ തയ്യാറാണ്. അപ്പോൾ മറ്റേ വാടകയ്ക്ക് കൊടുത്ത വീട് ഒഴിപ്പിച്ചിട്ട് നിങ്ങൾ അവിടെ പോയി താമസിക്കാൻ തയ്യാറാണോ? നിങ്ങൾ ആ വീട്ടിൽ പോയി താമസിക്കാൻ തയ്യാറാണോ? തയ്യാറാണോ എന്ന് പറയണോ അല്ലെങ്കിൽ തയ്യാറല്ല എന്ന് പറയണോ? ഏതെങ്കിലും ഒന്ന് പറയും. തയ്യാറാണ്. നിങ്ങളുടെ 3 മക്കളും പോയി താമസിക്കാൻ, മറ്റേ മകൻ വന്നാലും വിരോധമില്ല, തയ്യാറാണ്. നിങ്ങൾക്ക് ഈ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ, ഭർത്താവല്ല ആ വീട്ടിൽ പോയി താമസിക്കാൻ, അയാൾ നിങ്ങളുടെ ചെലവും മക്കളുടെ ചെലവും വഹിക്കാൻ തയ്യാറാണ്. എല്ലാ ഇതും ചെലവും നിങ്ങളുടെ നോക്കാൻ തയ്യാറാണ്. സമ്മതാണോ? പക്ഷേ ഇനി എന്തെങ്കിലും കേസ് കൊടുക്കണമെങ്കിൽ എനിക്ക് ഒരു പറയാനുള്ള കോടതിയിൽ ഇവള് കംപ്ലൈന്റ് കൊടുത്തോട്ടെ, എൻ്റെ പേരിൽ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുത്തോട്ടെ. ഈ പുള്ളി വന്നിട്ട് എപ്പോഴും പ്രശ്നമാണ്. ഞങ്ങൾ ഒരു തെറ്റിലില്ല. അതിപ്പം മാഡം കേസ് സാറേ, പുള്ളി കേസ് കൊടുത്തിട്ട് ഞാൻ കൊണ്ട് അവർ വീട്ടിലാക്കിയതാണ് കേസ് തീർത്ത് വരാൻ. അയാൾക്ക് 25,000 കിട്ടാത്തതുകൊണ്ട് 25,000 കിട്ടാൻ. ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഈ കേസുകളൊക്കെ പിൻവലിക്കാൻ, നിങ്ങൾ കൊടുത്തിട്ടുള്ള കേസുകളൊക്കെ പിൻവലിക്കാൻ തയ്യാറാണോ?
അത് ഷൈമോളല്ല കൊടുത്തേക്കുന്ന, അച്ഛനാ കൊടുത്തേക്കുന്നത്. അച്ഛൻ കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവളെ വിട്ട് കൊടുപ്പിച്ചു. അങ്ങനെയല്ല, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആര് കേസ് കൊടുത്തതായിട്ടാണ് പേപ്പറിൽ എഴുതുക? നമ്മള് കടലാസിൽ അയാൾ കൊടുപ്പിച്ചത് അല്ല, ആദ്യം കൊടുത്ത അയാളാണ് സാറേ. വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷമാണ് ഇവളെ വിട്ട് കൊടുപ്പിച്ചത്. അങ്ങനെയാണ്. അതല്ല, ഇപ്പൊ നിലവിലുള്ള പേപ്പേഴ്സ് എന്തൊക്കെ കേസുകളുണ്ടെന്ന് പേപ്പേഴ്സ് നോക്കിയാൽ നമുക്കറിയും ആര് കൊടുത്തു ഏത് കൊടുത്തു എന്നുള്ളത്. അച്ഛൻ കൊടുത്ത കേസുകൾ അയാൾ പിൻവലിക്കാൻ പോകത്തില്ല, അത് യാതൊരു സംശയവുമില്ല. പക്ഷെ ഈ കുട്ടി കൊടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറാണോ? ഭർത്താവിനെതിരെ കൊടുത്ത കേസുകൾ തയ്യാറാണോ അല്ലേന്ന് പറയണം, വായ തുറന്ന് സംസാരിക്കണം. കേൾക്കുന്നില്ല. പിൻവലിക്കാം. അപ്പോൾ ആ കേസുകളെല്ലാം പിൻവലിക്കും. പിന്നീട് ഒരു കാര്യം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയണം, ഈ അച്ഛൻ ഇതുപോലെ ശല്യം ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ജീവിതം വീണ്ടും പ്രശ്നത്തിലേക്ക്. അച്ഛൻ അവിടെ വരാൻ പാടില്ല. ഞാനുള്ളപ്പോൾ വരികയാണെങ്കിൽ വന്നോട്ടെ, അല്ലാതെ വരണ്ട. നിങ്ങളുള്ളപ്പോഴും വരണ്ട, ഇല്ലാത്തപ്പോഴും വരണ്ട. അങ്ങനെ ഒരു നിയമം എനിക്ക് അച്ഛനെ മാറ്റി നിർത്താൻ എന്തെങ്കിലും അച്ഛനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് മാറ്റി നിർത്താൻ തയ്യാറാണോ? അച്ഛൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണ്ട, എൻ്റെ ജീവിതം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ 90% പ്രശ്നങ്ങൾക്കും കാരണം ഈ അച്ഛനാ. പക്ഷെ അങ്ങനെ നമ്മൾ അങ്ങനെ പറയണ്ട, നമുക്ക് കുറച്ചുകൂടെ അല്ല അങ്ങനെ മാഡം പറഞ്ഞത് ശരിയാണ്, നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തുക എന്ന് കുറച്ച് കാലത്തേക്കെന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു പറഞ്ഞോളൂ. അവരുടെ ലൈഫ് ഒന്ന് നോർമൽ ആയിക്കോട്ടെ. അതെ. ആ കുട്ടികളെയൊക്കെ ഒന്ന് അച്ഛൻ്റെ സംരക്ഷണത്തിൽ, അച്ഛൻ്റെ വീക്ഷണത്തിൽ, അച്ഛൻ്റെ ശിക്ഷണത്തിൽ ഒക്കെ വളർന്ന് ആ കുട്ടികൾ നല്ല നിലയ്ക്ക് ഒന്ന് വരാൻ, പിള്ളേർ പഠിച്ചൊരു ജോലിയാവട്ടെ, അതെല്ലാം ആവാനും അച്ഛൻ്റെ ഇത് ആ കുട്ടികൾ തെറ്റ് ചെയ്താൽ അത് ശരിക്കും തെറ്റ് കറക്റ്റ് ചെയ്ത് അതൊക്കെ ചെയ്യാനും എല്ലാത്തിനും നിങ്ങൾ തയ്യാറാണോ? കൂടെ നിൽക്കാൻ, ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ. കാരണം ആ കുട്ടികൾ ഒരു സെൻറ്റൻസ് പറഞ്ഞു, അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഒരു തെറ്റ് ചെയ്തിട്ട് അച്ഛൻ ഞങ്ങളെ തല്ലണ സമയത്ത് പലപ്പോഴും അമ്മ അത് തടയാൻ നോക്കുമ്പോൾ ഞങ്ങളെ അമ്മയ്ക്കും തല്ലു കൊള്ളാറുണ്ട് എന്ന് പറഞ്ഞു. ഈ അച്ഛൻ തല്ലുന്നത് തെറ്റാണ്, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു തെറ്റ് ഇപ്പം എപ്പോഴും അതെ, ഒരു കുടുംബത്തിൽ ഭാര്യ മക്കളെ ചീത്ത പറയുമ്പോഴും ഭർത്താവ് അമ്മ മക്കളെ ചീത്ത പറയുമ്പോഴും അച്ഛൻ മക്കളെ ചീത്ത പറയുമ്പോഴും ഞങ്ങളെല്ലാവരും ഈ സൈക്കോളജി കുറച്ച് പഠിച്ചവരെല്ലാവരും പറയുന്ന ഒരു ചെറിയൊരു കാര്യമാണ്, മറ്റേ ആൾ അതിൽ ഇൻ്റർഫിയർ ചെയ്യരുത്. ഇപ്പം അച്ഛൻ ആ മക്കളെ ആവശ്യമില്ലാതെ ശിക്ഷിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മിണ്ടാതിരിക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിങ്ങൾ ആ ഭർത്താവിനോട് പറയുക, അതിങ്ങനെയാണ് നിങ്ങളത് ചെയ്തത്, തെറ്റായിപ്പോയി, അങ്ങനെ ആയിരുന്നില്ല അത് വേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അധികാരമുണ്ട്, അത് നിങ്ങൾക്കുമുണ്ട്. അല്ലാതെ മക്കളുടെ മുമ്പിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അതിൻ്റെ പേരിൽ ആവണ സമയത്ത് അതൊരു ഭിന്നതയാണ് വരുന്നത്. അത് ചെയ്യരുത് ഒരിക്കലും. ഒരച്ഛനും അമ്മയും അത് ചെയ്യരുത്. ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റും, നമ്മളൊക്കെ മനുഷ്യരാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ആ സിറ്റുവേഷൻ. അതിൽ തെറ്റുപറ്റി മക്കളെ ശിക്ഷിച്ചു. അപ്പോൾ എന്താ ഉണ്ടാവേണ്ടത്? ആ ശിക്ഷിച്ചത് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരാ തെറ്റ് ചെയ്തോ അത് ആ മക്കളോട്, മോനെ ഞാൻ അറിയാതെ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, മോനെ അത് ചെയ്തിട്ടില്ല അല്ലേ, സാരില്ല മോനെ, അച്ഛന് പറ്റിപ്പോയൊരു തെറ്റാ, നീ സോറിടാ എന്ന് പറഞ്ഞ് കവിളത്തോട് തട്ടിയാൽ അത് അവിടെ മകനെ എന്തൊരുമാതിരി നിങ്ങളുമായിട്ട് തടുക്കുന്നു. അങ്ങനെ തന്നെയാണ് എൻ്റെ മാഡം. പറഞ്ഞു തീർന്നോട്ടെ രജി, നിങ്ങൾ നല്ല അടിപൊളി അച്ഛനായിരിക്കാം, പക്ഷെ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.